സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഡ്രഗ്സ് യൂസ് ചെയ്യും. ഇപ്പോൾ എന്താ പറയാ, സാധാരണപ്പെട്ട ആൾക്കാരിലും ഉണ്ട്, അങ്ങ് ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നിലവിൽ ഈ ഒരു സൊസൈറ്റിയിൽ ഈ ഡ്രഗ്സിന്റെ യൂസേജ് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേസ് വരുന്ന സന്ദർഭത്തിലായിരിക്കും അതിന്റെ പുറയിലേക്ക് കുറച്ച് നാൾ നീങ്ങുന്നു എന്ന് പറയുന്നത്. അതിപ്പോ നമ്മളിപ്പോ ഓൾറെഡി കാണുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ ഹോട്ടലിൽ ഈ പറയുന്ന പോലെ ഷവർമ കഴിച്ച് കുട്ടിക്ക് ഒരു പ്രശ്നം വന്നു. അപ്പൊ അതിനുശേഷം പിന്നെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ കേരളത്തിന്റെ 14 ജില്ലകളിലും ഈ പറയുന്ന ഹെൽത്തുകാര് കയറിയിരുന്ന് നിരങ്ങുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ ഹെൽത്തുകാരുടെ പ്രോപ്പറായിട്ടുള്ള ജോലി അവർ കറക്റ്റായിട്ട് എല്ലാ ഹോട്ടലുകളിലും മോണിറ്റൈസ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള വാർത്തകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. തീർച്ചയായിട്ടും. പക്ഷെ ഇത്തരത്തിലൊരു മീഡിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാർത്ത വരുന്ന സമയത്ത് മറ്റേ പൊടി തട്ടിയെടുത്ത ഫയലുമായിട്ട് നേരെ ഒരു ജീപ്പിനകത്ത് വന്നിറങ്ങുന്നു, എല്ലാ ഹോട്ടലിലും കയറുന്നു, അവിടുത്തെ ഹൈജീനെ കുറിച്ച് സംസാരിക്കുന്നു, പഴകിയ ഭക്ഷണം പിടിക്കുന്നു, ഹോട്ടലിന്റെ പേരെടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രഹസനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.